മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായിട്ടുള്ള ടൗൺഷിപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രണ്ടാം ഘട്ട പട്ടിക തയ്യാറാക്കാൻ മാർഗനിർദ്ദേശങ്ങളായി. ദുരന്തഭൂമിയിൽ വാസയോഗ്യമാണ് എന്ന് ജോൺ മത്തായി സമിതി കണ്ടെത്തിയ പ്രദേശങ്ങളിലുള്ളതും എന്നാൽ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിലൂടെ മാത്രം എത്തിപ്പെടാൻ കഴിയുന്നതുമായ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനമായി. വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ഉള്ളവരെയും രണ്ടാം ഘട്ടത്തിൽ പുനരധിവസിപ്പിക്കും. പട്ടിക തയ്യാറാക്കേണ്ട ചുമതല മാനന്തവാടി സബ് കളക്ടർക്കാണ്. ഇതിനായി റേഷൻ കാർഡിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥല പരിശോധന നടത്തും. KSEB, തദ്ദേശ വകുപ്പിൽ ഹരിതമിത്രം ആപ്പ്, സഞ്ജയ് ആപ്പ് എന്നിവയിലെ ജിയോ റഫറൻസ് വിവരങ്ങളും പട്ടിക തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കും. പഞ്ചായത്ത് അധികൃതർ നേരത്തെ തയ്യാറാക്കിയ പട്ടികയുമായി ഒത്തുനോക്കിയ ശേഷം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരത്തോടെയാണ് സബ് കളക്ടർ രണ്ടാം ഘട്ട പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കുക. ഒറ്റപ്പെട്ടുപോയ വീടുകളിൽ താമസിക്കുന്നവരുടെ പട്ടികയും ഇതേ മാതൃകയിൽ തയ്യാറാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.